ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. അതിനുപോലെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ നെവിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അനുമോളെക്കുറിച്ച്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നെവി ആദ്യം പറയുന്നുണ്ട്, ആദ്യം അക്ബർക്കായിട്ട് അനുമോള് പ്രശ്നമുണ്ടായി, അത് പാവ, അതും കിടന്ന് വെറുതെ ഡ്രാമ ക്യൂനായിട്ട് കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെ മൂക്കിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചതാക്കി, പാവശാസ്ത്രത്തിലാണ് ഇത് ഉണ്ടായതെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ഒരു വൃത്തികെട്ട വേട് ഉപയോഗിച്ചു ബസ്സിൽ നിൽക്കുന്ന പൂവാലന്മാരോട്, അതായത് ബസ്സിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ മുട്ടി അത് അവിടെ ഇവിടെയൊക്കെ മുട്ടിച്ച് നിൽക്കുന്ന പൂവാലന്മാരുണ്ടല്ലോ, അങ്ങനെയാണ്. ഇവൾക്ക് അത് പറ്റിയില്ല എങ്കിൽ ഇവൾക്ക് മാറി നിൽക്കാമായിരുന്നു അല്ലെ, അത് ഇഷ്ടമില്ല എങ്കിൽ. അവരവിടെ പാവെടുക്കുന്ന ടാസ്ക്കാണ് എന്നൊക്കെ നെവിൻ പറയണതാണ് കേട്ടോ, പാവെടുക്കുന്ന ടാസ്ക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ സമയത്ത് ഇവളുടെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ഇവളെ മുട്ടി നിൽക്കണം എന്ന് പറയുമ്പോൾ ഇവളാരാണ്, രംഭയോ തിലോത്തമയോ ഒന്നുമല്ലല്ലോ, അതിന് മാത്രം എന്തുണ്ട് എന്ന് ചോദിച്ചിട്ട് നെവിൻ പുച്ഛിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ അത് ചിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ആ ടാസ്കിൻ്റെ രണ്ടാം ഭാഗം വന്നപ്പോൾ അവളുടെ കാലിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ഒരു പാവയുടെ മുടി ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ താഴെ കിടക്കുന്ന പാവകൾ എടുത്തിട്ടാണ് ഞാൻ ആ സമയത്ത് ജയിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വലിച്ചു വാരി ഇടുമ്പോൾ താഴേക്ക് കുറേ വീഴുന്നുണ്ട്. അതൊക്കെ ഞാൻ പറക്കിയെടുത്ത് നിൽക്കുന്ന സമയത്ത് കാലിൻ്റെ ഉള്ളിൽ നിന്നൊരു മുടി വരുന്നു, അത് പിടിച്ച് വലിച്ചു ഞാൻ. അതാണ് ഉണ്ടായത്. അതിന് ഇവള് പൂച്ചകളെക്കാളും കഷ്ടമായിരുന്നു. എന്നെ പിച്ചി മാന്തി കടിച്ചു, അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ആക്രമിച്ചു, ഫിസിക്കൽ അറ്റാക്ക് തന്നെ നടത്തി എന്ന് പറയുന്നു. അപ്പോഴും ലാലേട്ടൻ ചിരിക്കുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട്, അക്ബറിൻ്റെ വെയിറ്റ് മുഴുവൻ എൻ്റെ മേലായിരുന്നു, അതുകൊണ്ട് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നു, എൻ്റെ മൂക്ക് പൊട്ടിപ്പോയി. എൻ്റെ പാവ ടാസ്കിന് ഞാൻ ബാൻഡ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കാലിൻ്റെ ഭാഗം, എന്നിട്ടും എൻ്റെ തലയിലിടുന്ന ബാൻഡാണ്, എന്നിട്ടും ഇവൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഇവൻ ശരിക്കും കാലിൻ്റെ ഉള്ളിൽ കൈ വെച്ചതാണ്, അല്ലാതെ അങ്ങനെ ഒരു മുടിയൊന്നും വരുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാവയായിരുന്നു, താഴേക്ക് ഊർന്ന് വിടാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അനുമോള് ഭയങ്കര പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ആ നെവിൻ്റെ ആ ടോക്കിങ് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവളാര് രംഭ തിലോത്തമ എന്നൊക്കെ പറയേണ്ട ആവശ്യകതയില്ല. പക്ഷേ അനു ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ, അല്ലാതെ പിന്നെ എന്താ പറയുക.